പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മദീനത്ത് ബുഊസിൽ ഇസ്ലാമിയയിലാണുള്ളത്. അതായത് ജാമിയ അൽ അസ്ഹറിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഹോസ്റ്റൽ സമുച്ചയങ്ങളാണ്. വിദ്യാർത്ഥികൾ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമാണ്. ഇവിടെ ഒന്നും എല്ലാ വിദ്യാർത്ഥികൾക്കും താമസിക്കാൻ സൗകര്യമില്ല, എന്നാലും സ്കോളർഷിപ്പും മറ്റുമൊക്കെ ഉള്ള ചില വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. ഏതാണ്ട് ഇതിൽ 4000-5000 പരം വിദ്യാർത്ഥികൾ താമസിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയ 1952 ഷെയ്ഖുൽ അസ്ഹർ, അതായത് അന്നത്തെ മഹ്മൂദ് ഷാൽത്തൂത്തിൻ്റെ അഭ്യർത്ഥനയിൽ ഫാറൂഖ് രാജാവാണ് ബോയ്സുൽ ഇസ്ലാമിയക്ക് അന്ന് പദ്ധതിയിട്ടത്. ഇതിൻ്റെ ഉള്ളിലായി തന്നെ ഒരു ലൈബ്രറി, അതുപോലെ തന്നെ ഒരു ജിംനേഷ്യ, സ്വിമ്മിംഗ് പൂള്, മസ്ജിദ്, അതേപോലെ തന്നെ പോസ്റ്റ് ഓഫീസ്, ഒരു ക്ലിനിക്ക്, ബാർബർ ഷോപ്പ്, ഒരു മിനി സൂപ്പർ മാർക്കറ്റ് തുടങ്ങി അങ്ങനെ പല വ്യത്യസ്ത സൗകര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെയൊക്കെ പുറമെ ഈ 1,26,000 സ്ക്വയർ ഫീറ്റിലാണ് ഇത് നിർമ്മിച്ചത്. വലിയൊരു മസ്ജിദ് അതിൻ്റെ നടുവിൽ തന്നെ ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഏതാണ്ട് 110ഓളം രാജ്യങ്ങളിൽ നിന്ന് വരുന്നുള്ള വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ, മദ്ഹബ്, അതേപോലെ തന്നെ വ്യത്യസ്ത ഭാഷകളൊക്കെ സംസാരിക്കുന്ന എല്ലാവരും ഒരേപോലെ ഒരുമിച്ച് കൂടി അവിടെ നിസ്കരിക്കാനും അതുപോലെ തന്നെ അവരുടെ ഹിഫ്ലാക്കാനും അവർ പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഏതായിരുന്നാലും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4 മദ്ഹബാണെങ്കിൽ എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കുന്ന ഒരു രൂപമാണ് അവിടുത്തെ ജമാഅത്തിനൊക്കെ. ഓരോ ജമാഅത്തുകൾ പല സമയങ്ങളിലായി ജമാഅത്തുകൾ നടക്കുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ശേഷം ചില പ്രത്യേകമായിട്ടുള്ള കിതാബുകളുടെയൊക്കെ വളരെ ഗഹനമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. ഏതായാലും ഞങ്ങൾ പോയ സമയത്ത് ഉണ്ടായിരുന്ന ഒരു കിതാബ്, അതായത് ഹദീസിനെ കുറിച്ചുള്ളൊരു ചർച്ചകളായിരുന്നു അന്നുണ്ടായത്. അതിലൊന്നും ആരും പഠിക്കൽ നിർബന്ധമൊന്നുമില്ല, എന്നാലും ആ ക്ലാസ് ഉണ്ടാവും എന്നുള്ളത് കരുതി കേട്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അപ്പോൾ സന്നിധരാകുന്ന വിദ്യാർത്ഥികളാണ്. ആ പള്ളിയുടെ ഓരങ്ങളിൽ എപ്പോഴും നമുക്ക് കാണാൻ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഇതൊരു ക്യാമ്പസ് പള്ളി ആയതുകൊണ്ട് തന്നെ വിശാലമായിട്ട് കുട്ടികൾക്ക് പഠിക്കാനും അതുപോലെ തന്നെ ഹിഫ്ലാക്കാനും കുട്ടികൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ട് ആ തൂണുകളും അതുപോലെ തന്നെ അവിടെയുള്ള മിഹ്റാബുകൾക്ക് തന്നെ ഒരു പക്ഷേ സംസാരിക്കുകയായിരുന്നെങ്കിൽ അത്രയും ഇൽമ് അല്ലെങ്കിൽ അത്രയും നോളജ് അവർക്ക് നമുക്ക് പറഞ്ഞു തരാൻ മാത്രം ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ്. ഓരോ സമയത്തും ഓരോ വക്തിൻ്റെയൊക്കെ ശേഷം ആരതൊക്കെയാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക എന്നുള്ളത് അതിൻ്റെ ഒക്കെ പുറത്ത് കൃത്യമായിട്ട് ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് കുട്ടികൾ അങ്ങോട്ട് വരിക. പിന്നെ അതേപോലെ തന്നെ പള്ളിയുടെ പുറത്തേക്ക് നമ്മൾ കിടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വിശാലമായിട്ടുള്ള ഏരിയകളാണ്. നമ്മളുടെ റൂം കാര്യങ്ങളൊക്കെ മുമ്പ് നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ റൂമുകളുടെയും അടുത്ത് തന്നെയായിട്ട് അവർക്ക് ഉള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള ചെറിയൊരു ഏരിയ ഉണ്ടാവും. പിന്നെ നമ്മൾ നേരിട്ട് ക്യാൻറ്റീനിലേക്കാണ് പോയത്. ക്യാൻറ്റീൻ കാണുമ്പോൾ തന്നെ ഏതാണ് നമുക്ക് മർക്കസിനൊക്കെ ഓർമ്മ വരുന്ന രൂപത്തിലാണ്. അത്രയും ആയിരക്കണക്കിന് കുട്ടികൾ ഓരോ സമയത്തും 3 നേരം ഭക്ഷണം ഉണ്ടാവും. അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവരുടെ പ്രധാന ഭക്ഷണമായ ഐഷ് നമ്മൾ എപ്പോഴും നമുക്കുണ്ടാവും. ഇതെന്നാലും ഏറെക്കുറെ നാളെ കാണാം.